ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ തുലാക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. തുലാക്കൂറ് എന്ന് വെച്ച് പറയുമ്പോൾ ചിത്തിരയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും കൂടി ചേരുന്ന തുലാക്കൂറുകാർക്ക് 5-ാം ഭാവത്തിൽ ത്രികോണ സ്ഥാനത്ത് നിൽക്കുന്ന രാഹു, 6-ാം ഭാവത്തിൽ ശനി അനുകൂലം തന്നെയാണ്, 9-ാം ഭാവത്തിൽ ശുക്രനും വ്യാഴവും അനുകൂല സ്ഥിതിയിലാണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് 10-ൽ സൂര്യൻ അനുകൂലമാണ്, ബുധനും അനുകൂലമാണ്, 11-ൽ കേതു അനുകൂലമാണ്, 12-ൽ ചൊവ്വയാണ്. ചൊവ്വ അനുകൂലമല്ലെങ്കിലും ദോഷം ചെയ്യില്ല എന്നുള്ളത് പറയാം. അപ്പോൾ ഇവർക്ക് വളരെ ഗുണാധിക്യ സംബന്ധമായിട്ടുള്ള സമയമാണ് എന്ന് തീർത്തും പറയാം. കാരണം ഇവരുടെ ഏകദേശം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 2 മാസക്കാലമായി കുറച്ച് തടസ്സങ്ങൾ, ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെല്ലാം മാറി വരുന്ന ഒരു സമയമാണ്. ജൂലൈ ആ ഒരു 2 മാസം പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറി വളരെ അനുകൂലപരമായിട്ടുള്ള നേട്ടങ്ങളുടെ ഒരു കാലഘട്ടത്തിലേക്കാണ് ഇനി കാല് എടുത്തു വയ്ക്കാൻ പോകുന്നത് എന്ന് തന്നെ പറയാം. ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം നീങ്ങിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള ലോണുകളോ അല്ലെങ്കിൽ രേഖകളോ എന്തെങ്കിലും ആധാരത്തിൻ്റെയോ പട്ടയത്തിൻ്റെയോ ഭൂമി രേഖകളോ അതുപോലെ തന്നെ പഞ്ചായത്ത്, വില്ലേജ്, സെക്രട്ടേറിയറ്റ്, അതുപോലെ കളക്ടറേറ്റ് എന്നുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള രേഖകൾ വല്ലതും കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം കിട്ടുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ഉത്തമപരമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. അതുകൂടാതെ തന്നെ സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും വൻ നേട്ടങ്ങൾ വരുന്ന ഒരു മാസം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് തന്നെ പറയാം. തുലാക്കൂറുകാർക്ക് ധാരാളം യഥേഷ്ടം ധനം ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതിൽ അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനലാഭത്തിനും വിപരീതപരമായിട്ടുള്ള ധനലാഭത്തിനും യോഗമുണ്ട്. ഒന്നിൽ കൂടുതൽ വരുമാന മാർഗങ്ങൾ കിട്ടുവാനുള്ള സാധ്യതകളുണ്ടെന്ന് പറയുന്നത്. ചെയ്യുന്നത് ഒരു തൊഴിലാണെങ്കിലും ചിലപ്പോൾ വേറെ വല്ല ഇടയിൽ വല്ല കയറി വന്നിട്ടുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ നമ്മുടെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടോ പ്രവർത്തിച്ച് കൊട്ടുന്ന ധനം കൂടി വരുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതും കൂടെ അനുകൂലപരമായിട്ട് വരും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സർവാഭീഷ്ടകാമ ജ്യേഷ്ഠപതി സർവ്വ ഐശ്വര്യങ്ങളും കിട്ടുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. ഗവൺമെന്റ് ജോലിക്കെല്ലാം വളരെ സാധ്യതകൾ ഉള്ള ഒരു സമയമായിട്ടാണ് ഈ ഓഗസ്റ്റ് മാസത്തെ കണക്കാക്കിയിരിക്കുന്നത്. കർക്കിടക മാസം കുറച്ച് ദോഷകരമായിട്ടുള്ള മാസമാണെങ്കിലും തുലാക്കൂറുകാരനെ പൊതുവർക്ക് അത് ബാധിക്കാൻ സാധ്യതയില്ല എന്ന് തീർച്ചയായിട്ടും പറയാനുള്ള സാധ്യതയുണ്ടാവും. കർക്കിടക മാസം ഏകദേശം പകുതിയോളം വരികയുള്ളൂ. അത് കഴിയുമ്പോഴേക്ക് ചിങ്ങത്തിൻ്റെ ഏകദേശം ഭാഗങ്ങൾ എത്തും എന്നും പറയാം. അതുപോലെ തന്നെയാണ് വിവാഹാദി മംഗളകർമ്മങ്ങൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒന്ന് സെറ്റാവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അത് ശരിയാവായിട്ട് വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്, പുതിയ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുന്നതിനെ പറ്റാണെങ്കിൽ അതെല്ലാം സാഫല്യമടയുവാനും അത് ബിസിനസ് പുരോഗമന പാതയിലിരിക്കുവാനും അതുപോലെ തന്നെ ഓപ്പണിങ്ങിൽ ഇരിക്കുന്ന വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കുന്ന ഷോറൂമുകളും മറ്റുള്ളതൊക്കെ ഓപ്പൺ ചെയ്യാവാനും അതുപോലെ തന്നെ വ്യവസായങ്ങളും അതുപോലെ തന്നെ ബിസിനസ്സുകളും പുരോഗമിക്കുവാനും അതുപോലെ തന്നെ ഇലക്ട്രോണിക് സംബന്ധമായിട്ടും ഇലക്ട്രിക് സംബന്ധമായിട്ടും മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെ ലഭ്യത കൂടി വരുവാനും അതുപോലെ തന്നെ കച്ചവടങ്ങൾ കൂടുവാനും ബിസിനസ് രംഗത്ത് നല്ലൊരു ഉണർവ് വരുവാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇവർക്ക് നല്ല 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 ഇഷ്ട ഭക്ഷണങ്ങൾ, നല്ല വസ്ത്രങ്ങൾ, നല്ല വാഹനങ്ങൾ, നല്ല ഭവനങ്ങൾ എല്ലാം ഭാവനയിൽ ഉണ്ടെങ്കിൽ അതെല്ലാം യഥാർത്ഥമായി വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പാർട്ട്മെന്റ്, വില്ല, അതുപോലെ തന്നെ ഭൂമി യോഗം എന്നിവയെല്ലാം കരസ്ഥമാക്കുവാനുള്ള ഒരു സമയം കൂടി ആണ് ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ ഇവരെ കാത്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അത് കാരണം ഇവർ കുറച്ചുകൂടി ജാഗ്രതാരൂപരായിട്ട് വരുമാന മാർഗത്തെ പറ്റി ചിന്തിക്കുകയും അതുപോലെ തന്നെ സ്വയം നല്ല വിധത്തിലുള്ള വരുമാന മാർഗങ്ങളെ പറ്റി ചിന്തിക്കുന്ന വർഷത്താണെങ്കിൽ ഇവർക്ക് സാധ്യതയുണ്ട്. അതുപോലെ ഇവർക്ക് തൊഴിലിൽ ശമ്പള വർധനവിനായിട്ട് അപേക്ഷിക്കുകയാണെങ്കിൽ അത് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗ കയറ്റങ്ങൾ വല്ലതും കിട്ടുവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനും അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും. അതുപോലെ ഇഷ്ട സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം ആവശ്യപ്പെടുകയാണെങ്കിൽ അതും കിട്ടുവാനുള്ള സാധ്യതയുണ്ട്.
അതുപോലെ വിദേശ സംബന്ധമായിട്ടുള്ള ജോലിക്കോ പഠനത്തിനോ ഒക്കെ അപേക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ അതിനും സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാ വിധത്തിലും ഇവർക്ക് ഐശ്വര്യമാണ്. പൊതുവെ പറയട്ടെ, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് യഥേഷ്ടം ഉപയോഗപ്പെടുത്തുവാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അവർ എന്ത് ഉദ്ദേശിക്കുന്നുവോ അത് നടന്നിരിക്കും എന്നാണ് പറയുന്നത് ചുരുക്കത്തിൽ. അതുപോലെ തന്നെയാണ് കായിക രംഗത്ത് പ്രവർത്തിക്കുന്നത്, വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നത് വൻ പ്രതീക്ഷയാണ് എത്തിക്കുന്ന ഒരു സമയം തന്നെയാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ ആണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാൾ ഷീറ്റ് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മോഹങ്ങൾ ഒരുപാട് പൂവണിയാതെ നടക്കുന്ന പുതു കലാകാരന്മാർക്കെല്ലാം അവസരങ്ങൾ തേടി വരും. അതുപോലെ തന്നെ നല്ല തിരക്കഥാകൃത്തുകൾ നടന്മാരിൽ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പുതുമുഖങ്ങൾ തിരക്കഥാകൃത്തുമായി നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല പ്രൊഡ്യൂസർമാരെ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. പ്രൊഡ്യൂസർമാർക്കാകട്ടെ നല്ല തിരക്കഥാകൃത്തുകളെ കിട്ടുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ നൽകുവാനുള്ള സാധ്യതയും ഈ നക്ഷത്രത്തിൽപ്പെട്ടിരിക്കുന്നത് മറ്റേ സിനിമാ ലോകവുമായി സ്വപ്നം കണ്ട് നടക്കുന്നവർക്കും അതുപോലെ തന്നെ അത് പൂവണിയുവാനുള്ള സമയം കൂടിയായിട്ടാണ് കാണുന്നത്. അതുപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ ഗുണകരമാണ്. അതുകൂടാതെ തന്നെ ഇവർക്ക് മറ്റൊന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ വന്നാൽ ഗവേഷണ മേഖലയിൽ നല്ല പ്രശസ്തി വരുവാനുള്ള സാധ്യതയുണ്ട്. എന്ത് ചെയ്താലും അതിൻ്റെ അത്യുത്കരമായിട്ടുള്ള ഗവേഷണ സംബന്ധമായിട്ടുള്ള മേഖലയിൽ ചെന്നുവിട്ട് ഏറ്റവും പ്രശസ്തി എടുക്കുവാനുള്ള സാധ്യതകൾ ഇവരെ കൊണ്ട് പറ്റും. അങ്ങനെയുള്ള സമയത്തിലൂടെയാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അത്രയ്ക്കും ഗംഭീരപരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് ഇവരെ ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ പ്രതിദാനം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടർമാർ, അതുപോലെ അതിൻ്റെ ലാബ് ടെക്നീഷ്യനുകൾ, അതുപോലെ തന്നെ മരുന്ന് കണ്ടുപിടിക്കുന്നവർ, ഗവേഷണം നടത്തുന്നവർ, അവർക്കെല്ലാം പുതിയ മേഖലകൾ കയറി. അതുപോലെ പുതുമുഖങ്ങൾ ഡോക്ടേഴ്സുകളെല്ലാം പുതുമുഖങ്ങളായിട്ട് സ്പെഷ്യലിസ്റ്റ് എല്ലാം വന്നിരിക്കുന്നവർക്കെല്ലാം പെട്ടെന്നുള്ള ഉദ്യോഗമായിട്ട് ഞങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്, പെട്ടെന്ന് പ്രശസ്തിയാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നാവികസേന, കരസേന, വ്യോമസേന, പോലീസ് ഉദ്യോഗസ്ഥർ, മിലിറ്ററി ഉദ്യോഗസ്ഥർ എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെല്ലാം ഈ കൂറുകാരിൽ പെട്ടിരിക്കുന്നവർക്കാണെങ്കിൽ കയറുന്ന കയറ്റത്തിൽ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഇമേജ് നേടിയെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് അങ്ങനെയൊക്കെയാണ് പുതുമുഖങ്ങളെല്ലാം വരുമ്പോൾ തന്നെ ഒറ്റ സിനിമയിൽ തന്നെ പെട്ടെന്ന് സ്റ്റാറായി വരുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടാവുന്നത് എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ പറഞ്ഞാൽ നല്ല മുഹൂർത്ത സമയം, നല്ല തുടക്കത്തിന്റെ ഒരു സമയത്താണ് അവർ കാല് കുത്തുന്നത്. ആ കാല് കുത്തുന്നതോടുകൂടി അവരുടെ സമയം തുടങ്ങി എന്നാണ് പറയുന്നത്. ആ സമയം തുടങ്ങുന്നത് ദശാകാലം, ജാതകവശ ദശാകാലം അത്യുഗ്രനാണെങ്കിൽ പോണ പോക്കേ അറിയില്ല എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് വിജയ് എന്ന് പറയുന്ന തമിഴ് നടൻ വിജയ്, അവരുടെ നക്ഷത്രം നോക്കുകയാണെങ്കിൽ പോയ നക്ഷത്രമാണ്. അവൻ വിജയ് ഏകദേശം 19ാമത്തെ വയസ്സിലാണ് അവരുടെ പിതാവായിട്ടുള്ള എസ് എ ചന്ദ്രശേഖരൻ എന്ന സംവിധായകൻ കൂടിയായിട്ടുള്ള അയാൾ സ്വന്തം മകനെ വെച്ച് സിനിമ പാടി അഭിനയിപ്പിച്ച് കൊണ്ട് സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത്. അവിടുന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു സമയം എന്ന് വെച്ച് പറഞ്ഞാൽ അവൻ്റെ ജാതകത്തിൽ അങ്ങനെയുള്ള സമയമായിരുന്നു വിജയിൻ്റെ. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ അത്രയ്ക്കോളം ഒന്നിലൊന്ന് മെച്ചപ്പെട്ട സമയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയിൽ ഒരു കേതു ദശ വന്നിട്ടുണ്ടായിരുന്നു. ആ കേതു ദശനെല്ലാം ചില സംഭവങ്ങളെല്ലാം ഭേദാവായി കുറച്ച് വേസ്റ്റായി വന്നിട്ടുണ്ടെങ്കിലും അതിനെല്ലാം തകരം മടിച്ച് അതിന് മേലെ എന്ന് വന്ന ഒരു പാർട്ടിയായിരുന്നു. ഇപ്പോൾ ശുക്രദശാകാലം വളരെ ഊർജിതപരമായിട്ടുള്ള ശുക്രദശാകാലം, അത് 9ാം ഭാവം, ലഗ്നത്തിന്റെ 9ാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിൽ എന്നിട്ടാണ് ഇടവൻ രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് അയാൾ പിറന്നിരിക്കുന്നത്. ആ സമയത്ത് കന്നി ലഗ്നത്തിന്റെ 9ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. ആ ശുക്രൻ ഒരു 20 കൊല്ലം അനുഭവത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പ്രശസ്തിയും അവരുടെ സമയം എങ്ങനെ ഉണ്ടാവും എന്ന് നമ്മൾ നോക്കണം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അവരുടെ പടങ്ങളെല്ലാം വിജയിച്ചു വരികയാണ്. ഇനി പടങ്ങൾ ഇറങ്ങാനുണ്ട്. രാഷ്ട്രീയത്തിൽ കയറാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അത് എന്തായാലും പിടിവിട്ട് പോകുന്ന ഒരു കയറ്റമായിരിക്കില്ല എന്ന് പറയാം. എന്നിരുന്നാലും കർക്കിടക കൂറുകാർക്ക് അഷ്ടമരാശി പോയി. എന്നിരുന്നാലും 12ൽ വ്യാഴം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ജന്മവ്യാഴവും ആയിക്കൊണ്ടിരിക്കും എന്നുള്ളത് അറിയാം. ആ സമയത്തായിരിക്കും ഇലക്ഷൻ എല്ലാം വരാൻ പോകുന്നത്. ആ സമയത്ത് എങ്ങനെ നേരിടുന്നുള്ളത് ഊർജിതപരമായിട്ട് ബലവാനായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നിരുന്നാലും അതിനെ തരണം ചെയ്ത വ്യാഴപ്രീതികളും മഹാഹോമാദികളും വ്യാഴത്തിന്റെ പത്മമിട്ടും അല്ല വ്യാഴത്തിന്റെ ഗ്രഹങ്ങൾക്കും വലിയ പൂജാതി കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞു പറഞ്ഞാൽ അതിനെല്ലാം തട്ടിത്തെറിപ്പിക്കാനുള്ള ശക്തിയും പണവും സ്വാധീനവും
ഉണ്ട് എന്നുള്ളത് പറയാം. അത് കാരണം കൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ എത്രത്തോളം പണമുണ്ടെങ്കിലും കോടികൾ മുടക്കിയിട്ടുണ്ടെങ്കിലും ജാതകിൽ സമയദോഷം ഉണ്ടെങ്കിൽ, ജാതകത്തിൽ ചാരവശാലല്ല, ചാരവശാൽ ദോഷം വരുന്നതിനെ നമ്മൾക്ക് പിടിച്ചിരുത്തി കുറയ്ക്കാൻ പറ്റും. ജാതകത്തിലുള്ളതിനെ എടുത്ത് നീക്കി മാറ്റാനേ പറ്റില്ല. അത് ഉറപ്പായിട്ടുള്ള സത്യമാണ്. അപ്പൊ ജാതകത്തിലുള്ള സമയത്തിന് എന്ത് ദശയിലോ എന്ത് ഇനി പരിഹാരം ചെയ്താലും അതിനെ പിടിച്ച് കുലുക്കാൻ പറ്റില്ല. ദോഷങ്ങൾ കുറച്ച് വരാം. അതായത് അനാരോഗ്യങ്ങൾ പിടിപെടാതിരിക്കാം, ആരോഗ്യങ്ങൾ പ്രശ്നങ്ങൾ വരാതിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിലും ധനലാഭം, ധനസമ്പാദ്യം മറ്റുള്ളതൊക്കെ മുടങ്ങിക്കിടക്കും. ഉള്ളത് കൊണ്ട് സമ്പാദിച്ചതിനെ കൊണ്ട് കഴിയാം എന്നുള്ളതല്ല പറഞ്ഞത്. പക്ഷെ അതേ സമയത്തും ഈ സിനിമാ മേഖലയിൽ അത് വേറെ വല്ല പ്രവർത്തനത്തിലൂടെ വരുമാന മാർഗം ചിലപ്പോൾ അതും മുടങ്ങിക്കെടുക്കുവാനുള്ള സാധ്യത. അങ്ങനെയുള്ള എത്രയോ നടന്മാരും നടിമാരും ഇപ്പോൾ വെറുതായിരിക്കുന്നത് നമ്മുടെ കൺമുന്നിൽ കണ്ടുവരാറുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു നല്ല ഒരു ചാരവശാൽ വരുന്ന വ്യാഴത്തിൻ്റെയോ മറ്റുള്ള അനുഗ്രഹത്തിൻ മൂലം, അല്ലെങ്കിൽ ചെറിയ അപഹാരത്തിൻ്റെ ഒരു മൂലം ഏതെങ്കിലും ഒരു പടത്തിൽ വന്ന് അത് വിജയിച്ചു പോകും, അത് സക്സസ് ആവും, പിന്നീടും പഴയ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് കണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ ഈ പറയുന്ന തുലാരാശിക്കാർക്ക്, ഇതിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം വളരെ ഉചിതപരമായിട്ടുള്ള സമയമാണ്. അത് കാരണം ഇവരെല്ലാം തൊടുന്നതെല്ലാം പൊന്നായി വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമസ്കാരം.